വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഓഫീസിലെത്തിയാണ് JPC ചെയർമാൻ ജഗദാംബിക പാലും അംഗങ്ങളും റിപ്പോർട്ട് കൈമാറിയത്. JPCയുടെ ശുപാർശകൾ ഉൾപ്പെടുത്തി ബജറ്റ് സമ്മേളനത്തിൽ ബിൽ വീണ്ടും അവതരിപ്പിക്കുമെന്നാണ് സൂചന. 5 മാസം നീണ്ടുനിന്ന ചർച്ചകൾക്കും പരിശോധനകൾക്കും ഒടുവിലാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാലും അംഗങ്ങളും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഓഫീസിലെത്തിയാണ് 655 പേജ് വരുന്ന JPC റിപ്പോർട്ട് കൈമാറിയത്. ബില്ലിന്റെ എല്ലാ വശങ്ങളും സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തിയെന്നും വഖഫ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നേരിട്ട് സന്ദർശിച്ച് വിവരശേഖരണം നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ചെയർമാൻ ജഗദാംബിക പാൽ MP പറഞ്ഞു. ബില്ല് രാജ്യത്തെ സാധാരണക്കാരെയും ദരിദ്രരെയും സ്ത്രീകളെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. एक बहुत एग्जॉस्टिव डिटेल डिलिब्रेशंस के साथ जो रिपोर्ट तैयार हुई है, वो रिपोर्ट आज हमने हमारे साथ निशिकांत दुबे जी, संजय जायसवाल जी, अरुण जी, गुलाम अली साहब और तेजस्वी सूर्या जी, हम सभी सांसदों ने आज रिपोर्ट सौंपी है. और मुझे उम्मीद है कि जो दायित्व स्पीकर साहब ने हमें दिया था, उसको हमने 5 महीने में सभी देश के तमाम हिस्सों में हमने 3 टूर भी किए. 38 യോഗങ്ങൾ JPC ചേർന്നിട്ടുണ്ട്. ഒടുവിൽ ഭരണപക്ഷാംഗങ്ങൾ മുൻപോട്ട് വെച്ച 14 ഭേദഗതികൾ ഉൾപ്പെടുത്തിയാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച 22 ഭേദഗതികൾ 10-നെതിരെ 16 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കമ്മിറ്റി തള്ളിയിരുന്നു. JPC ശുപാർശകൾ ഉൾപ്പെടുത്തി വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ചേക്കും. വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം വഖഫ് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഭൂമി പിടിച്ചടക്കുകയാണെന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. അതേസമയം നിയമ ഭേദഗതി തടയുന്നതിനും JPC യോഗങ്ങൾ അലങ്കോലപ്പെടുത്താനുമായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷാംഗങ്ങൾ ശ്രമിച്ചത്. ജനം, ഡൽഹി.